ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത ലാബായ +1 ബേസ് ചെയ്തുകൊണ്ടുള്ള ലാബ് നമ്പർ 3 സ്ട്രെയിറ്റ് ലൈൻ. അതിൽ രണ്ടാക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതിൽ കുറച്ചധികം ലാബുള്ളതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് 2 പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നേ ഇല്ല. വളരെ സിമ്പിളായിട്ട് ലാവിഷായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. സ്ട്രെയിറ്റ് അതിന് പാർട്ട് 1 ആയിട്ട് ഞാൻ അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ള പ്രധാന കാര്യം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ജിയോജിബ്രയിലാണ് നമ്മൾ ചെയ്യുന്നത്. ജിയോജിബ്രയിൽ വർക്ക് തന്നെയാണ്. ഇത് കുറച്ച് നേരത്തെ ഞാൻ ചെയ്ത് വെച്ചാണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. ഡിലീറ്റ് ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ ഡിലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇത് കുറച്ച് വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ പോയിട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് സൈസ് ഒരു 20 എടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് കാണും. അത് നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം സ്ട്രെയിറ്റ് ലൈൻ ലാബ് നമ്പർ ശരിക്കും ഇത് 8 ആണ്. നമ്മൾ കൊറോണ ആയതുകൊണ്ട് കുറേ ലാബ് ഒഴിവാക്കി. അതിലൊരു സെലക്റ്റഡ് ലാബാണ് സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജനറൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എന്താണ് അറിയണം. ax + by + c = 0. അതിനെക്കുറിച്ച് ഒരു ഫാമിലി ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. അത് നമുക്കൊരു ax + by + അല്ലെങ്കിൽ നമുക്ക് a1x + b1y + c1 + k × a2x + b2y + c2 = 0. അങ്ങനെ നമുക്ക് 2 ജനറൽ ഇക്വേഷന് കണക്ട് ചെയ്യാം. നോർമൽ ഫോം ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. നോർമൽ ഫോം എന്ന് പറയുമ്പോൾ x cos ω + y sin ω = p. p എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ഇതാണ് നമുക്കിവിടെ ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഒരു കുട്ടിക്ക് അറിയേണ്ട കാര്യം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ജനറൽ ഫോം ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പ്രൊസീജിയർ പറയുന്നുണ്ട്. ആദ്യം അപ്ലറ്റ് നിർമ്മിക്കണം. ക്രിയേറ്റ് 3 സ്ലൈഡേഴ്സ് ABC. ഡ്രോ ദി ലൈൻ ax + by + c = 0 വരക്കാം. ചേഞ്ച് ദി വാല്യൂ ഓഫ് ABC. അത് എങ്ങനെ ചേഞ്ച് വരുത്തണം അതിവിടെ പറയുന്നത്. അതിനനുസരിച്ച് അതിന് ആൻസർ എഴുതും. a = 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും, b = 0 ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, c = 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും, എയും ബിയും ഈക്വൽ ആയിട്ടുള്ള വാല്യൂ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും. ഇത് 2.5 ആണെങ്കിൽ ഇത് 2.5 എടുക്കാം. a = -b ആകുമ്പോൾ a എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഇത് -1 ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ആദ്യം ചെയ്യേണ്ടത് x+ അതൊന്ന് വരക്കാം. അതാണല്ലോ പറഞ്ഞത്, നമ്മൾ സ്ലൈഡറിൽ പറഞ്ഞത് ആദ്യം 3 സ്ലൈഡർ ആക്കുക, എന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത് തന്നെയാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. 3 സ്ലൈഡർ ആക്കുക, സ്ലൈഡറിൽ പോവാം, ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു 5 ആക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനിവിടെ 0.1 കൊടുക്കുമ്പോൾ മൂവ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു സ്ലൈഡർ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. അവിടെ ബി ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇവിടെ -10 ദെൻ 0.1 കൊടുക്കാം. 0.1 കൊടുക്കാം. അടുത്ത് C 10 0.1 കൊടുക്കാം. ഇപ്പോൾ 3 സ്ലൈഡർ ആക്കിയിട്ടുണ്ട്. 3 സ്ലൈഡർ ആക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ax + സ്മോൾ ലെറ്റർ കൊടുക്കാം. ax + by + c = 0. സെൻറ്റർ അടിക്കുമ്പോൾ നമുക്കിവിടെ അതുപോലെ കിട്ടില്ല. കാരണം a b ഇതൊക്കെ വാല്യൂ മാറുന്നുണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ മാറും. ആ രീതിയിലാണ് നമുക്കിവിടെ കിട്ടുന്നെന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ ഈ അപ്ലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം 0 ആക്കി വെക്കാം. ഞാൻ ആദ്യം ഇനിഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്താലും 0 ആക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 1 ആക്കി വെക്കാം, തുല്യമായിട്ട് എഴുതി വെക്കാം. സീറോ ആക്കി വെച്ചു. 0 ആകുമ്പോൾ നമുക്കത് വാല്യൂ കിട്ടില്ല, കാരണം അതുകൊണ്ട് 1 ആക്കി വെക്കാം. 1 ആക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാമല്ലോ.
1 ആക്കി വെക്കാം. ഇതും 1 ആക്കി വെക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എ മൂവ് ചെയ്യുമ്പോൾ -1 റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബി മൂവ് ചെയ്യുമ്പോൾ 1 റൊട്ടേറ്റ് ചെയ്യുന്നു. സി മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്വേർഡ് ഡൗൺവേർഡായിട്ട് മൂവ് ചെയ്യുന്നു. ഈ ഒരു കാര്യം നമുക്ക് അപ്ലറ്റിനെ കുറിച്ച് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഒന്ന് ഫിക്സ് ആയിട്ട് ഇത് രണ്ടും മൂവ് ചെയ്യുമ്പോൾ അത് നോക്കിയാൽ മതി. ഇപ്പോൾ സി എന്ന് പറയുന്നത് 1 വെക്കാം. സി എന്ന് പറയുന്നത് 1 വെക്കാം. ഇത് രണ്ടും ഇങ്ങനെ മൂവ് ചെയ്യാം. ഇത് മൂവ് ചെയ്യുമ്പോഴും ഇത് ഇങ്ങനെ എന്താ പറയണ്ട, ഹൊറിസോണ്ടലിയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇതാകുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇതും ഹൊറിസോണ്ടലിയാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്ലറ്റിനെ കുറിച്ചൊരു ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് അവിടെ കിട്ടും. ഇത്രയാണ് അവിടെ ബേസിക്കായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A=0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? A=0. അപ്പോൾ എനെ 0 വെക്കാം. 0 വെക്കും. എന്നിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുക. ഇത് രണ്ടും ഒന്ന് മൂവ് ചെയ്യുക. ബി മൂവ് ചെയ്യുമ്പോൾ വെർട്ടിക്കലി അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ത്രൂ ദി y ആക്സസ്. രണ്ടും മൂവ് ചെയ്യുമ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ റിസൾട്ട് എങ്ങനെ എഴുതാനുള്ള ലാസ്റ്റ് നോക്കാം. ഇനി അടുത്ത് B=C=0 എന്ത് സംഭവിക്കും നോക്കാം. B=0 ആക്കുകയാണെങ്കിൽ B=0, അപ്പോൾ ഇത് ഒരു എന്താ പറയണ്ട, വെർട്ടിക്കൽ ലൈൻ എക്സ് ആക്സിസിലൂടെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നു. ബി നമ്മൾ അത് ഫിക്സ് ചെയ്തു. ബി വീണ്ടും എടുക്കരുത്. ബി അവിടെ നമ്മൾ ഫിക്സ് ചെയ്തു. ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നു കിട്ടും. ഓക്കെ, ഇനി സീനെ 0 വെക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ചെയ്യുമ്പോൾ ഒറിജിനിലൂടെ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട്. അടുത്ത് A=B, A=-B എന്ത് സംഭവിക്കും? A=B എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ A 1.5. അപ്പോൾ ഇതെന്ത് വരും? എയും ബിയും തുല്യമായിരിക്കണം. അപ്പോൾ ഇതും 1.5 എടുക്കാം. ഇതും 1.5. ഏത് വാല്യൂ വേണമെങ്കിൽ എടുക്കാം. രണ്ടും തുല്യ വാല്യൂ ആയിരിക്കണം. ദെൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പം ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കൊരു പറയാനുള്ള ഒരു കൺക്ലൂഷൻ കിട്ടില്ല. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ ആ ലൈനോട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ -x, ശരിക്കും y=-x ആണ്. പേരൊന്നും കൊടുക്കണ്ട. -x കൊടുക്കുമ്പോൾ g(x) ആണ് y ആയിട്ട് എടുക്കുക. -x അത് റെഡാണ്, ഇത് റെഡാണ്. അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ റെഡ് ലൈനിന് പാരലായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതാണ് നമുക്കവിടെ കൺക്ലൂഷൻ എഴുതാണ്ട്. വെനെവർ ദി വാല്യൂ ഓഫ് C have to changed, then the equation is also parallel to corresponding line എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് റെഡ് ലൈനോട് പാരലായിട്ടാണ് അവിടെ മൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമുക്കവിടെ കിട്ടുന്നത്. ഇനി അത് വേണ്ട, അത് ഒഴിവാക്കാം. അടുത്ത് ഒരു ഐഡിയ എന്ന് പറയുന്നത് A=-B ആകുമ്പോൾ സംഭവിക്കും. A=-B വരുമ്പോൾ ഇവിടെ A എന്ന് 1.5, B മൈനസ് ആക്കുന്ന -1.5 എടുക്കാം. -1.5 എടുക്കാം. A=-B. ഇത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പറയാനുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. പറയാനുള്ള ഐഡിയ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ നമുക്കിവിടെ പറയാനുള്ള ഐഡിയ ഇവിടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇക്വേഷൻ അവിടെ കൊടുക്കാം. അപ്പോൾ y=x ആണ്, സ്ലോപ്പായിട്ട് പോകുന്നത്. y=x എന്ന് കൊടുത്ത് ടൈപ്പ് ചെയ്താണ്. അപ്പോൾ ഇത് ബ്ലൂയിഷ് ആണ്, ഇവിടെ ബ്ലൂയിഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കളർ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സി ഇങ്ങനെ മൂവ് ചെയ്യുമ്പം ആ നീല കളറുള്ള ലൈനോട് പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നത്.
അപ്പോൾ അതിനോട് y -x എന്ന ലൈനിൽ പാരലായിട്ട് മൂവ് ചെയ്യുന്നു. പാരലായിട്ട് എന്ന ഒരു കൺക്ലൂഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ a 0 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, b 0 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, c 0 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു മനസ്സിലാക്കാൻ പറ്റും. a b ആകുമ്പോൾ c ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, a -b ആകുമ്പോൾ c ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ആൻസർ ആയിട്ട് എഴുതുന്നു, ഇങ്ങനെയാണ് ആൻസർ ആയിട്ട് എഴുതുന്നത്. ഇറ്റ് മൂവ്സ് അലോങ് y ആക്സസ് വിത്ത് വെർട്ടിക്കൽ ഡയറക്ഷൻസ്. ഇറ്റ് മൂവ്സ് അലോങ് x ആക്സസ് വിത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇറ്റ് റൊട്ടേറ്റ്സ് അലോങ് ദി സെൻറ്റർ. ഇറ്റ് മൂവ്സ് അലോങ് പാരലൽ ടു y -x. ഇറ്റ് മൂവ്സ് അലോങ് പാരലൽ ടു y x. 5 ക്വസ്റ്റ്യനും ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഒരു ആൻസർ എഴുതാമെന്ന് വെച്ചാൽ ആൻസർ ഷീറ്റിൽ ഇങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ഈ 5 കാര്യം ഈ രീതിയിലുള്ള ഒരു ഐഡിയ എഴുതിയാൽ മതി, വേറെ ഒന്നും പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല. മനസ്സിലാവല്ലോ. ഇനി അതിനോട് ചേർന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചേഞ്ച് എ അലോൺ, എ മാത്രം ചേഞ്ച് വരുത്താം. ചേഞ്ച് ബി അലോൺ, ബി മാത്രം ചേഞ്ച് വരുത്താം. ചേഞ്ച് സി മാത്രം ചേഞ്ച് വരുത്താം. അവിടെ പറയുന്നുണ്ട് മേക്ക് ദി ഫോളോയിങ് ചേഞ്ചസ് ആൻഡ് ഒബ്സർവ് ദി കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇൻ ദി ലൈൻ. ട്രേസ് ഓപ്ഷൻ ഓഫ് ദി ലൈൻ മേ ബി യൂസ്ഡ്. ഇപ്പോൾ ട്രേസ് ചെയ്യാനാണ് പറയുന്നത്. ട്രേസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ വേണ്ട, നമ്മൾ അഡീഷനായിട്ട് വരച്ചാണ്. അപ്പോൾ എ മാത്രം ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ആനിമേഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാം. ദെൻ ആ ട്രേസ് ഇവിടെയും കൂടി കൊടുക്കണം. ട്രേസ് കൊടുത്തിട്ട് ഇത് ഓൺ ചെയ്യാം. അപ്പോൾ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതിനോട് എത്തുന്നില്ല. ഈ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കിട്ടും. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ കൺട്രോൾ F അടിച്ചു കഴിഞ്ഞാൽ ഇത് പോസ് ചെയ്യാം. ഇനി ഇത് വേണ്ട, നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യാം. അനിമേഷൻ അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ കൺട്രോൾ F അടിച്ച് ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. ഇനി ഇതാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ കാരണം എ മൂവ് ചെയ്യുന്നുണ്ട്, എ ഓഫ് ചെയ്യണം. ഒന്നും കൂടി കൺട്രോൾ F അടിച്ച് ക്ലിയർ ചെയ്യാം. ഇനി മൂവ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കാം. ഈ രീതിയിലാണ് ഇവിടെ മൂവ്മെൻറ്റ് വരുന്നത്. മനസ്സിലാവുമല്ലോ. ഇത് പോസ് ചെയ്യാം, കൺട്രോൾ F അടിക്കാം. ഇവിടെയുള്ള അനിമേഷൻ ഓൺ ചെയ്താൽ മാത്രമേ അത് അനിമേഷൻ ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം, കൺട്രോൾ F അടിക്കാം, ഒഴിവാക്കാം. ഇത്രയും കാര്യം കിട്ടി. അതേപോലെ നമുക്ക് സി നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ നമുക്കിവിടെ വേണം. ഓക്കെ, നമുക്ക് അടുത്ത് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ്. അപ്പോൾ അവിടെയുള്ള അപ്ലൈറ്റ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രൊസീജിയർ, ഡ്രോ 2 ലൈൻസ് സേ 3x - 2y + 4 = 0 ആൻഡ് 2x + 5y - 6 = 0. ഈ രീതിയിൽ 2 ലൈൻ വരക്കാം. 2 ഓരോ ലൈനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ 2 ലൈൻ ഉപയോഗിച്ച് ഫാമിലി ഓഫ് ലൈൻസ്, ഇത് എങ്ങനെയാണ് ഫാമിലി ഓഫ് ലൈൻസ് ഉണ്ട്. 3x - 2y + 4 + k × 2x + 5y - 6 = 0. ബ്രാക്കറ്റ് ഒക്കെ ഇമ്പോർട്ടൻറ്റ്. കെൻ്റെ ഇവിടെ ബ്രാക്കറ്റ് വേണം, = 0. അതിന് ബേസ് ചെയ്തുകൊണ്ട് 5 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് റെപ്രസെൻ്റ് എ ലൈൻ ആണോ, വൈ, എന്തുകൊണ്ട്. ചേഞ്ച് ദി വാല്യൂ ഓഫ് k. ഒബ്സർവ് ഹൗ ദി തേർഡ് ലൈൻ ചേഞ്ചസ്. മൂന്നാമത്തെ ലൈൻ ചേഞ്ച് എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, ഏത് രീതി മാറ്റം വരുന്നു. ഫോർ വാട്ട് വാല്യൂ ഒക്കെ തേർഡ് ലൈൻ കോൺസെപ്റ്റ് വിത്ത് ഫസ്റ്റ് ലൈൻ. ഫോർ വാട്ട് വാല്യൂ ഒക്കെ തേർഡ് ലൈൻ കോൺസെപ്റ്റ് വിത്ത് സെക്കൻഡ് ലൈൻ. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ തന്നെ ഒരുവിധം മനസ്സിലാവും എല്ലാ കുട്ടികൾക്കും. അഞ്ചാമത് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ വരുത്തണം. എഡിറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി ഫസ്റ്റ് 2 ലൈൻസ് സോ ദാറ്റ് ദേ ആർ പാരലൽ. അപ്പോൾ 2 ലൈനും പാരലൽ ആക്കുക. പാരലൽ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പഠിച്ച കാര്യമാണ്. 2 ഇക്വേഷൻ പാരലൽ ആണെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ എന്താണ്, വാട്ട് ഹാപ്പൻസ് ടു ദി തേർഡ് ലൈൻ ഫോർ ഡിഫറെൻറ്റ് വാല്യൂക്ക്. അപ്പോൾ തേർഡ് ലൈൻ എന്ത് സംഭവിക്കുന്നു, ഇത്രയും കാര്യം പറയണം. ഈ അപ്ലറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ പറയേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഓരോന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ പഴയതെല്ലാം നമുക്കിവിടെ ഒഴിവാക്കാം. എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വേണം. അപ്പോൾ ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നു, അതായിരിക്കും ഏറ്റവും നല്ലത്. ഡിലീറ്റ് ചെയ്തു.
അപ്പം 3x മൈനസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0. 3x മൈനസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക, എന്നാലേ നമുക്ക് അവിടെ കിട്ടും. അപ്പം അതേ കളർ ഇവിടെ വന്നോളും, ആ കളറിന് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ 3x മൈനസ് 2y ഓക്കെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഇതൊന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ഒരു എക്സ്ട്രാ അഡീഷനായിട്ട് അവിടെ കാണുന്നുണ്ട്, ഈ ലൈനിൻ്റെ പ്രശ്നമുണ്ട്. സോ ഒന്നെങ്കിൽ വേറെ തന്നെ എടുക്കുക, വേറെ ഇത് ഓപ്പൺ ചെയ്യാം. കാരണം അതും കൂടി അവിടെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയതായിട്ടുള്ള ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. അപ്പം ഈ ഓൾറെഡി ഉള്ളത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അത് മിനിമൈസ് ചെയ്ത് കിടക്കട്ടെ, അതിന് നമുക്ക് ആവശ്യമില്ല, ഇതിൽ തന്നെ ചെയ്യാം. ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ഓപ്ഷനിൽ പോയിട്ട് കൂട്ടാം. ഫോണ്ട് സൈസ് ഞാനിവിടെ കൂട്ടുന്നു, 24 കിടക്കട്ടെ, കുറച്ചും കൂടി വരും. അപ്പോൾ ഇത് കട്ടിയായിട്ട് കാണുന്നുണ്ട് കണ്ടോ. 3x മൈനസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0. 3x മൈനസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0. കാരണം ഇതും നമുക്ക് ബോൾഡായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ 2x പ്ലസ് 5y മൈനസ് 6 ഈക്വൽ ടു 0. (2x plus 5y minus 6 equal to 0). 2x plus 5y minus 6 equal to 0. അപ്പോൾ അത് കിട്ടി. അത് കുറച്ചിങ്ങോട്ട് എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു കെ എന്ന് പറഞ്ഞാൽ സ്ലൈഡർ ആക്കണം. സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യുക. പിന്നെ ഈ വാല്യൂ ഒന്ന് ആദ്യം മാറ്റി കൊടുത്തേക്ക്. നമുക്ക് എത്ര വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. ഞാനൊരു 10 കൊടുക്കാം, പിന്നീട് ഇത് മാറ്റേണ്ടി വരും, അന്നേരം അത് ബാക്കി മാറ്റാം. പിന്നെ 0.1 എന്നാൽ കുറച്ച് മെല്ലെ മൂവ് ചെയ്യാൻ പറ്റും. അതാണ് 0.1ൻ്റെ പ്രത്യേകത. ഞാൻ ഇവിടെ ഇതിൻ്റെ കളർ മാറ്റി കൊടുക്കുന്നു. കാരണം രണ്ടും ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കളർ മാറ്റി ഞാനൊന്ന് റെഡ് കൊടുത്തു. മറ്റേത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ട് ഗ്രീൻ കൊടുത്തു. ഓക്കെ ബട്ടൺ ഒന്നും കൊടുക്കാനില്ല, അത് മനസ്സിലാക്കി വെക്കാം. ഇനി രണ്ടും കൂടി ഒന്നിച്ച് കൊടുക്കണം. പ്ലസ് കെ ഇൻറ്റു അങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കൊടുക്കും? 3x മൈനസ് 2y പ്ലസ് 4 പ്ലസ് കെ ഇൻറ്റു 2x പ്ലസ് 5y minus 6 equal to 0. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കളറും അത് ബ്ലാക്കാണ്, വേണമെങ്കിൽ മാറ്റിയാൽ മതി, നിർബന്ധമായിട്ട് മാറ്റണമെന്നൊന്നും പറയുന്നില്ല. അപ്പം ഞാനൊന്ന് നീലയാക്കി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നും ഇവിടെ തന്നെ കളർ നോക്കി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ ഇത്രയും ചെയ്തത്. നമുക്കിവിടെ വീണ്ടും ഓപ്പൺ ചെയ്യാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ലൈൻ. ഇതൊരു ലൈനെയാണ് സൂചിപ്പിക്കുന്നത്. വൈ എന്തുകൊണ്ട്? അപ്പോൾ ഈ മൂന്നാമത്തെ ലൈൻ നീല കളറാണ്. ഇത് ലൈൻ്റെ ഇക്വേഷനാണ്. ഈ റെഡ് എന്ന് പറഞ്ഞാൽ ലൈൻ്റെ ഇക്വേഷനാണ്, ഗ്രീനും ലൈൻ്റെ ഇക്വേഷനാണ്, തേർഡ് വണ് ലൈൻ്റെ ഇക്വേഷൻ ആണോ? അപ്പോൾ നമുക്ക് ആൾജിബ്ര വി നോക്കാം. 1ഉം 2ഉം അതുപോലെ തന്നെയാണ്. ax പ്ലസ് by പ്ലസ് ഏതാണ്ട് അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇതും ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഡിഗ്രി 1ഉം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് ലൈൻ്റെ ഇക്വേഷനാണ്. ഇറ്റ് ഇസ് ഇൻ ദി ഫോം ax പ്ലസ് by പ്ലസ് ഈക്വൽ ടു 0 ആൻഡ് whose ഡിഗ്രി is 1 പറഞ്ഞാൽ മതി. റീസൺ അത്രയേ കൊടുക്കണ്ടു. ഇനി രണ്ടാമത് ക്വസ്റ്റ്യൻ, ചേഞ്ച് ദി വാല്യൂ ഓഫ് കെ. കെൻ്റെ വാല്യൂ മാറ്റുന്നു. ഒബ്സർവ് ഹൗ ദി തേർഡ് ലൈൻ ചേഞ്ചസ്.
വാല്യൂ ഓഫ് കെ മാറ്റുമ്പോൾ മൂന്നാമത്തെ ലൈൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? കൂട്ടുക കുറക്കുക എല്ലാം ചെയ്യുക. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു? ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിലും ആദ്യത്തെ രണ്ട് ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റിലൂടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതാ ഈ രണ്ട് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ നമുക്കവിടെ ഒബ്സർവേഷൻ കൊടുക്കാം. മൂന്നാമത്തത്, ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ ദി തേർഡ് ലൈൻ കോയിൻസൈഡ് വിത്ത് ഫസ്റ്റ് ലൈൻ. കെക്ക് ഏത് വാല്യൂ ചെയ്യുമ്പോഴാണ് തേർഡ് ലൈൻ കോയിൻസൈഡ് വിത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ചോപ്പാണ്, റെഡാണ്. കെക്ക് ഏത് വാല്യൂ ആകുമ്പോഴാണ് ഫസ്റ്റ് ലൈന് തേർഡ് ലൈൻ കോയിൻസൈഡ് വിത്ത് ഫസ്റ്റ് ലൈൻ. അപ്പം നീലിയും ചോപ്പും കേക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഒന്നിച്ച് കൂട്ടിമുട്ടുക? കേക്ക് ഔട്ട് 0. ഇതൊക്കെ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. അടുത്ത്, ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ തേർഡ് ലൈൻ കോയിൻസൈഡ് വിത്ത് സെക്കൻഡ് ലൈൻ. തേർഡ് ലൈൻ കോയിൻസൈഡ് വിത്ത് സെക്കൻഡ് ലൈൻ. ഇത് തമ്മിൽ എങ്ങനെ കൂട്ടിമുട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെ പച്ചയാണ് കൂട്ടിമുട്ടണ്ടേ. അപ്പോൾ പച്ച കൂട്ടിമുട്ടുമ്പോൾ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് കൊടുത്താലും കാര്യമില്ല. അപ്പോൾ നമ്മൾ വാല്യൂ കഴിഞ്ഞു മൈനസ്. അപ്പോൾ ഞാനിത് വാല്യൂ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോവാം. സ്ലൈഡർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ കൂട്ടി കൊടുക്കാം. ഞാനൊരു 500 വെച്ചിട്ട് കൊടുക്കാം. 500 കൊടുക്കാൻ കാരണം ചെയ്ത് നോക്കിയോണ്ടാണ് 500 കൊടുക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. 500ൻ്റെ അടുത്ത് കൊടുത്താലും നമുക്കിവിടെ ഒറ്റ നോട്ട് നോക്കി ഇത് രണ്ട് കൂട്ടിമുട്ടോ എന്ന് വെച്ചാൽ ചെറിയ ഇവിടെ ഒന്നും കാണുന്നില്ല, പക്ഷെ ഇവിടുത്തെ ഒരു ചെറിയ പച്ച കാണുന്നുണ്ട്. ചെറിയൊരു പച്ച കാണുന്നുണ്ട്. അതിങ്ങനെ വലിച്ച് പോവാണ്. നോക്കി കൂട്ടിമുട്ടുന്നുണ്ട്? ഇല്ല, അതിലൂടെ പോകുന്നുണ്ട്. അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ സൂം ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ സൂം ഇന്നെല്ലാം ചെയ്യണം, ബുദ്ധിമുട്ട് വരും. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ സെക്കൻഡ് ലൈന് തേർഡ് ലൈൻ സെക്കൻഡ് അപ്രോച്ച് ചെയ്ത് പോകുന്നു. ഇറ്റ് നെവർ കോയിൻസൈഡ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ കൂട്ടിമുട്ടുന്നില്ല സംഭവം. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്ന കാര്യം ഓർത്ത് വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. ആദ്യം നമ്മൾ എഡിറ്റ് ഇക്വേഷൻ ഓഫ് ദി ഫസ്റ്റ് 2 ലൈൻസ് സോ ദാറ്റ് ആദ്യത്തെ 2 ലൈൻ പാരലാക്കി മാറ്റാം, അത് റെഡും ഗ്രീനും. അതിനുശേഷം വാട്ട് ഹാപ്പൻ ടു ദി തേർഡ് ലൈൻ ഫോർ ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് കെ, ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് കെന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക, അത് സംഭവിക്കും. അപ്പോൾ ഇത് രണ്ട് പാരലാണെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരേപോലെ വേണം. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ ഇതുപോലെ ആക്കാം, അല്ലെങ്കിൽ ഇതിനെ ഇതുപോലെ ആക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് അല്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 2x + 5y. അപ്പോൾ ഈ റെഡിനെ ഗ്രീനെ പോലെ ആക്കുന്നു. റെഡിനെ ഗ്രീനെ പോലെ ആക്കാൻ പോവാം. ഗ്രീനെ പോലെ ആക്കുന്നു. അപ്പം റെഡാണ് ഗ്രീനെ പോലെ ആക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, റെഡിൻ്റെ അവിടെ പോയിട്ട് ലെഫ്റ്റ് ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പോൾ ആ റെഡിൻ്റെ ഇക്വേഷൻ അവിടെ കാണും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, റെഡിനെ ഗ്രീനിൻ്റെ ഇക്വേഷനാക്കി കൊടുക്കാം. അപ്പോൾ അത് മാത്രമേ മാറ്റാൻ പാടുള്ളൂ. 2x + 5y. ബാക്കി ഈ 4 എല്ലാം അത് അവിടെ തന്നെ നിൽക്കട്ടെ, ഒന്നും മാറ്റം വരുത്തരുത്. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നോക്കിയാട്ടെ 2x + 5y ഇത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇത് ഒരുപോലെ, പിന്നെ രണ്ടും ഒരേപോലെ ആയില്ലേ, അത് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ നോക്കാം. ഓക്കെ, റെഡും ഗ്രീനും ഒരുപോലെ വന്നു. റെഡും ഗ്രീനും ഇപ്പം ഒരുപോലെ എന്ന് വെച്ചാൽ പാരലാണ്. ദേ ആർ ഇൻ ദി ഫോം ഓഫ് പാരലാണ്. ഇപ്പോൾ കേക്ക് ഡിഫറെൻറ്റ് വാല്യൂ കൊടുത്തു നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കിയാൽ, കേക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോഴും അതൊരിക്കലും കോയിൻസൈഡ് ഇല്ല, ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്നു മാത്രം. അത് ഗ്രീൻ ലൈനിൽ കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇത്ര എടുത്താലും അതൊരിക്കലും അതിനോട് അപ്രോച്ച് ചെയ്ത് പോകുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്ത് അതിനോട് അപ്രോച്ച് ചെയ്ത് പോവാണ് ചെയ്യുന്നത്.
ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെയും വാല്യൂ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് -500 കൊടുക്കുകയാണെങ്കിൽ ഇത് ഇതിനോട് അപ്രോച്ച് ചെയ്തിട്ട് പോകും. ഇതിൻ്റെ ഒരു പോയിന്റിൽ വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതിനെ അപ്രോച്ച് ചെയ്യുന്നു. ആ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് എങ്ങനെ എഴുതാന്നുള്ളത് ചോദിക്കുമ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം? ആസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആസ് it is a line because it has degree 1 also with the form x plus by plus equal to 0. Third line rotates along point of intersection of first two lines. ആദ്യത്തെ രണ്ട് ലൈൻ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഇത് k equal to 0. It never coincides with the second line but approaches to second line. പക്ഷേ സെക്കൻഡ് ലൈൻ അപ്രോച്ച് ചെയ്യുന്നേ ഉള്ളൂ, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ഫസ്റ്റ് ടു ലൈൻസ് ആർ പാരൽ ടു ഈച്ച് അതർ. അതായത് റെഡും ഗ്രീനും നമ്മൾ പാരലാക്കി, അതുകൊണ്ട് പാരലായി മാറും, അത് ഉറപ്പാണ്. ആൻഡ് ഓൾസോ ഇറ്റ് റൊട്ടേറ്റ്സ് ത്രൂ ദി സെക്കൻഡ് ലൈൻ. സെക്കൻഡ് ലൈനിലൂടെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഡീഷൻ ആയിട്ട് ഒരു കാര്യം കൂടി എഴുതാം. തേർഡ് ലൈൻ അപ്രോച്ചസ് ടു തേർഡ് ലൈൻ സ്ലൈസ്ലി അപ്രോച്ചസ് ടു സെക്കൻഡ് ലൈൻ. സെക്കൻഡ് ലൈനുമേ ഒരു ഭയങ്കര സ്ലൈസ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് പോകുന്നു. അതുകൂടി നമുക്ക് പറയാം. അത് പറഞ്ഞാൽ മതി, ഇത്രയും നമുക്ക് ഇവിടെ ആവശ്യം വരുന്നുള്ളൂ. അത് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും പാരലാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൂടി അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ സ്ലൈസി അപ്രോച്ചാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു പരീക്ഷണം കൂടി നടത്തി നോക്കാം. ഞാൻ അവിടെ ഇത് -500 കൊടുത്ത് നോക്കാം, എന്ത് സംഭവിക്കും നോക്കാം. 500 ആണ്, 600 തന്നെ കൊടുത്തേക്കാം. നമുക്കൊരു പരീക്ഷണം എന്ന നിലയിൽ കൊടുത്തു നോക്കാം. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൂട്ടിമുട്ടിയിട്ടുണ്ടോ സംഭവം? ഇല്ല, കൂട്ടിമുട്ടിയൊന്നുമില്ല. അപ്പം അതിൻ്റെ അടുത്തേ കൂടി പോകുമെന്ന് പറയാം, അതിൻ്റെ അടുത്തേ കൂടി മൂവ് ചെയ്യുന്നു എന്ന് വേണം നമുക്കിവിടെ പറയേണ്ടത്. ഇവിടെയാണെങ്കിലും അതുപോലെ തന്നെയാണ്, അതിൻ്റെ അടുത്തേ കൂടി പോകുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിലേക്കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ, അതായത് വാല്യൂ കൂടുമ്പോഴും ഇങ്ങനെ നോക്കിയാൽ മതി. ഇതേപോലെ ചെറിയ രീതിയിൽ റൊട്ടേറ്റ്, ആ ഒരു പോയിന്റിലൂടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിലൂടെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് അതിനോട് അടുക്കത്തക്ക രീതിയിൽ അത് പോകുന്നു. പക്ഷെ ജോയിൻ ചെയ്യുന്നില്ല, അത് സ്ലൈസായിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ പറയാം. മറ്റേ നോട്ടത്തിൽ കോയിൻസൈഡ്സ് ചെയ്യുന്ന പറഞ്ഞു പോകും, അറിയാതെ കുട്ടികൾ തേർഡ് ലൈൻ കോയിൻസൈഡ്സ് വിത്ത് സെക്കൻഡ് ലൈൻ എന്ന രീതിയിൽ പോകും. അങ്ങനെ പോകരുത്. അതിനോട് തേർഡ് ലൈൻ സ്ലൈസ്ലി അപ്രോച്ചസ് ടു സെക്കൻഡ് ലൈൻ എന്ന് വേണം നിങ്ങളിവിടെ പറയേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് നമുക്കിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.